ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോവാണ്. നമ്മുടെ അപ്പൂസിനെ അച്ചൂസിനെ അവിടെ ചേർക്കണം. അപ്പോൾ അവരെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോവാണ്. അപ്പം ഒന്ന് അവിടെ പോയി നമ്മൾ പഠിച്ച ആ സ്കൂളിൽ എത്തുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. നമ്മൾ പഠിച്ച് കളിച്ച് ഒക്കെ നടന്നിരുന്ന നമ്മുടെ സ്കൂള്, നമ്മുടെ ടീച്ചർമാർ, ഞാൻ പഠിച്ച എന്നെ പഠിപ്പിച്ച ടീച്ചർമാരൊന്നും ഇപ്പം ഇല്ല അവിടെ സ്കൂളിൽ. പക്ഷെ എന്നാലും നമ്മുടെ ആ വിദ്യാലയത്തിലേക്ക് എത്തുമ്പോഴുണ്ടാവുന്നൊരു സന്തോഷം അല്ലേ, അതൊരു ഭയങ്കര ഒരു ഇതല്ലേ. ഇപ്പം ഇങ്ങനെ നമ്മളൊക്കെ ആലോചിക്കും, ഞാനൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ, എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ വലുതായി. അന്നത്തെ മാതിരി ചെറിയ പ്രായം മതിയായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെയൊക്കെ മാതിരി ഒന്നും അറിയാതെ പാറിപ്പറന്ന് ഉല്ലസിച്ച് ഇങ്ങനെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോവാ എന്നുള്ളത്. ഇപ്പം നമുക്ക് എന്തെല്ലാം ടെൻഷനും കാര്യങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും എന്തൊക്കെയാണ്. ജീവിതം അങ്ങനെ തന്നെയാണ്. എന്നാൽ കൂടി അങ്ങനെ ആലോചിക്കും ഞാനൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓരോ കഥകൾ ആലോചിക്കുമ്പോൾ പിന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളങ്ങനെ ഓടുന്നെന്ന് മാത്രം. നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടേതായ ഒരു ഭാഗത്ത് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക അല്ലേ. എല്ലാം ശരിയാവുകയായിരിക്കാം. അപ്പം ഇന്നിപ്പോൾ ഞാനപ്പോൾ അങ്ങനെ കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ബാങ്കിലും പോകണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാലയം, ഞാൻ പഠിച്ച വിദ്യാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി ഞാൻ സ്കൂളിൻ്റെ ഒരു ഇതെടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ പോയി കുട്ടികളെയൊക്കെ ചേർത്തി എന്നിട്ട് വരട്ടെ. എന്നിട്ട് അങ്ങനെ എനിക്ക് ബാങ്കിലും ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്കൊക്കെ അന്നേ പഠിച്ചാൽ മതിയായിരുന്നു. അന്ന് പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ പഠിക്കാൻ ഒരുപാട് പിന്നോക്കമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊക്കെ അന്ന് പഠിച്ചാൽ മതിയായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവായിരുന്നു.